12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ഏത് കോഴ്സ് പഠിക്കാനാണ് വിടേണ്ടത്? പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു കോഴ്സ് പഠിക്കാനാണ് അവരെ വിടേണ്ടതെങ്കിൽ, അതിപ്പം ഇന്ത്യയിലായിക്കോട്ടെ, ഇനി അതല്ല വിദേശത്തായിക്കോട്ടെ, ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം? ആ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി അവർക്ക് അവരുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം യു കെയിലൊരു റിക്രൂട്ടർ എന്ന നിലയിലും അതേപോലെ ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 6 കോഴ്സുകളാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ. ഈ ഒരു കോഴ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജോബുകളും തന്നെ ഇപ്പോൾ AI ടെക്നോളജി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെക്ടറിലും AIയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഒരുമാതിരി എല്ലാ ജോബുകളും തന്നെ AI റീപ്ലേസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഈ ഒരു AI ടെക്നോളജി കൊണ്ട് ചേഞ്ച് ആകാൻ പറ്റാത്തതും എന്നാൽ നിലവിലെ സാഹചര്യത്തിലും ഫ്യൂച്ചറിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള 6 കോഴ്സുകളാണ്. അതിൽ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. എക്കാലത്തും ലോകത്ത് മൊത്തം നഴ്സുമാരുടെ വേക്കൻസികളുണ്ടാകും. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സാണ്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആകാനുള്ള കോഴ്സാണ്. മൂന്നാമത്തത് പാരാമെഡിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. നാലാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ഇനി അഞ്ചാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ആറാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് പൊഡിയാട്രിസ്റ്റ് എന്ന കോഴ്സാണ്. ഈ പൊഡിയാട്രിസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ യു കെയിൽ ഈ കോഴ്സുണ്ട്. ഈ ഒരു കോഴ്സിന് ഹ്യൂജായിട്ടുള്ള ഡിമാൻഡുണ്ട്. അപ്പോൾ ഈ 6 കോഴ്സുകളാണ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആരെങ്കിലും സഹോദരങ്ങളോ അനിയന്മാരോ അനിയത്തിമാരോ +2 കഴിഞ്ഞ് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നൊരു സംശയമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സുകൾ അവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.